മുണ്ടക്കയം YMCAയുടെ ക്രിസ്മസ് ആഘോഷം നടന്നു. മുണ്ടക്കയം YMCA ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തിന് YMCA പ്രസിഡന്റ് ഡോക്ടർ MC ജോസഫ് അധ്യക്ഷത വഹിച്ചു. YMCA നാഷണൽ ട്രഷറർ റെജി ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലണ്ടനിലെ തൻ്റെ മുറിയിലിരുന്ന് ജോർജ് വില്യംസ് പറയുന്ന 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ വ്യാവസായിക വിപ്ലവം കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുന്ന ലണ്ടൻ പട്ടണത്തിൻ്റെ പുറംപ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിൽ നിന്നും ലണ്ടനിലേക്ക് കടന്നു വന്ന തൊഴിലുമായി ബന്ധപ്പെട്ട് ലണ്ടനിലേക്ക് കടന്നു വന്ന ചെറുപ്പക്കാർ തൊഴിലിന് ശേഷം ലണ്ടൻ പട്ടണത്തിൻ്റെ വഴിയോരങ്ങളിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നത് കണ്ടപ്പോൾ, അല്ലെങ്കിൽ ലക്ഷ്യബോധമില്ലാത്ത ഒരു യുവതലമുറയെ കണ്ടപ്പോൾ അവരെ ലക്ഷ്യബോധമുള്ളവരാക്കി മാറ്റണമെന്ന ദൈവം ജോർജ് വില്യംസിൻ്റെ മനസ്സിൽ തോന്നിച്ച ചിന്തയാണ് അഹിംസ പ്രസ്ഥാനം ഉടലെടുക്കുന്നതിനും ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനയായി, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ NGO ആയി ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം 126 രാജ്യങ്ങളിൽ പടർന്ന് പന്തലിച്ച് പ്രവർത്തിക്കുന്നത്. പെരുവന്താനം സെന്റ് ആനീസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി ക്രിസ്മസ് സന്ദേശം നൽകി. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ YMCAയുടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. നന്മയോടെയും പ്രതീക്ഷയോടെയും പ്രകാശത്തിൻ്റെയും വഴികാട്ടിയും ലക്ഷ്യങ്ങളും തീർത്തു തരുന്നതും ക്ഷമയോടെയും അടയാളമായി പൊന്നു തമ്പുരാൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട 21ാം നൂറ്റാണ്ടിലെ ആദ്യ നൂറ്റാണ്ടിലെ അവസാനത്തെ ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും ഞാൻ ഏറെ സ്നേഹത്തോടെ, ഏറെ ബഹുമാനത്തോടെയും ഏറെ ആദരവോടെയും നേരുകയാണ്. മുണ്ടക്കയം YMCA സെക്രട്ടറി ബോബിന മാത്യു, പാർത്തോട് YMCA ട്രഷറർ പ്രൊഫസർ സാജു ജോസഫ്, ഏന്തയാർ YMCA പ്രസിഡന്റ് റോബർട്ട്, പ്രിൻസ് ജേക്കബ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള വളർച്ചയിൽ ആത്മാർത്ഥ പ്രവർത്തിക്കുന്ന സംഘടനയാണ് YMCA. മുണ്ടക്കയത്ത് 1976 YMCA പ്രസ്ഥാനം ആരംഭിച്ചത്. തുടർന്ന് വൈസ്മെൻസ് YMCA ക്വയറിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ഗാനങ്ങളും ആലപിച്ചു. പരിപാടിയുടെ ഭാഗമായി ക്രിസ്മസ് ഡിന്നറും ഒരുക്കിയിരുന്നു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.